കേരളത്തിലെ 3 ബൈ ഇലക്ഷനുകൾ നാളെയും 20-ാം തീയതിയുമായി നടക്കുകയാണല്ലോ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും പാലക്കാട്, ചേലക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 3 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പിന്റെ JP ടോക്സിന്റെ പ്രഡിക്ഷൻ ഇതാ. വയനാട്ടിലെയും ചേലക്കരയിലെയും തെരഞ്ഞെടുപ്പ് 13-ാം തീയതിയും പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് 20-ാം തീയതിയുമാണ് നടക്കുക. 3 ഇടങ്ങളിലെയും ഫലം നവംബർ 23-ാം തീയതിയാണ് പുറത്തുവരുന്നത്. വയനാട്ടിൽ UDF-ൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയും LDF-ൽ നിന്ന് CPI-യുടെ സത്യൻ മൊകേരിയും BJP-യിൽ നിന്ന് നവ്യ ഹരിദാസുമാണ് മത്സരിക്കുന്നത്. ഇവിടെ അത്ഭുതമൊന്നും സംഭവിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 2019-ലെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷമായ 4,30,000 മറികടക്കുമെന്ന് JP ടോക്സ് പ്രഡിക്റ്റ് ചെയ്യുന്നു. ഇവിടെ പ്രിയങ്കയുടെ ഭൂരിപക്ഷം 4.5 ലക്ഷത്തിനും 5.5 ലക്ഷത്തിനും ഇടയിൽ ആയിരിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. പാലക്കാട് UDF-ൽ നിന്ന് കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിലും LDF-ൽ നിന്ന് സ്വതന്ത്രനായി മുൻ കോൺഗ്രസ് നേതാവ് P സരിനും BJP-ൽ നിന്ന് C കൃഷ്ണകുമാറുമാണ് മത്സരിക്കുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം വിജയിക്കുമെന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം 9,000-നും 14,000-നും ഇടയിലായിരിക്കുമെന്ന് പ്രവചിക്കുന്നു. ഇവിടെ 2-ാം സ്ഥാനത്ത് വരിക BJP-യുടെ C കൃഷ്ണകുമാർ ആയിരിക്കുമെന്നുമാണ് നമ്മുടെ അനുമാനം. ചേലക്കരയിൽ UDF-ൽ നിന്ന് കോൺഗ്രസിന്റെ രമ്യ ഹരിദാസും LDF-ൽ നിന്ന് മുൻ MLA CPM-ന്റെ UR പ്രദീപും BJP-ൽ നിന്ന് K ബാലകൃഷ്ണനും ആണ് മത്സരിക്കുന്നത്. UDF-ഉം LDF-ഉം തമ്മിൽ കനത്ത മത്സരമാണ് ചേലക്കരയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ LDF-ന്റെ ഉറച്ച കോട്ടകളിൽ ഒന്നാണ് ചേലക്കര എന്നും പറയാം. 2020-ൽ 40,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് CPM-ന്റെ K രാധാകൃഷ്ണൻ ഇവിടെ നിന്നും വിജയിച്ചത്. എന്നാൽ സംസ്ഥാന ഭരണത്തോടുള്ള കടുത്ത എതിർപ്പ് CPM-ന്റെ സാധ്യതകൾക്ക് വലിയ മങ്ങലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ 3,000-നും 6,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷത്തിൽ UDF-ന്റെ രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചേലക്കര ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 മണ്ഡലങ്ങളിലും 23-ാം തീയതി ഫലം പുറത്തു വരുമ്പോൾ UDF സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രവചനം.